നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സഞ്ജു സാംസൺ ഇന്നലെ വെസ്റ്റ് ഇൻഡീസിനെ തകർത്തെറിഞ്ഞ പ്രകടനം, 50 പന്തുകളിൽ നിന്ന് 97 റൺസ് അടിച്ച കളി. അതിനുശേഷം മലയാളി ക്രിക്കറ്റ് പ്രേമികളൊക്കെ വലിയ ആവേശത്തിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോകളുടെ താഴേക്ക് വന്ന് 6 വീഡിയോ ആയല്ലോ, 7 വീഡിയോ ആയല്ലോ സഞ്ജുവിനെ കുറിച്ച് എന്നൊക്കെ കമൻറ്റുകളുണ്ട്. സന്തോഷം. അത് സഞ്ജു കളിക്കുമ്പോൾ മാത്രമല്ല, ഇന്ത്യൻ ടീമിൻ്റെ എല്ലാ കളികൾ കഴിഞ്ഞാലും നമ്മൾ റിവ്യൂ അടക്കം ഇങ്ങനെ 6-7 വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്. അന്നത്തെ കളിയിൽ ആരാണ് ഫോമായത് അയാളെക്കുറിച്ചായിരിക്കും കൂടുതൽ വീഡിയോസ് വരിക. ടൈറ്റിലുകളിലൊക്കെ അയാളുടെ പേര് വരും, അത് സ്വാഭാവികം. ഇത്തവണ സഞ്ജുവാണ്. അപ്പോൾ സഞ്ജുവിൻ്റെ പേര് വ്യാപകമായി സ്വാഭാവികമായി നമ്മുടെ ടൈറ്റിലും മറ്റുമൊക്കെ വരും. എന്നാലും സഞ്ജുവിൻ്റെ ചില സ്പെഷ്യൽ വീഡിയോകൾ ചെയ്യേണ്ടതുണ്ടല്ലോ. ഇതാ സഞ്ജു സാംസൻ്റെ ഒരു സ്പെഷ്യൽ മെസ്സേജ്. അദ്ദേഹം ഇന്നലെ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ പറഞ്ഞില്ലേ, ചില ഘട്ടങ്ങളിൽ സെൽഫ് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള സെൽഫ് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വിശദീകരണം പാർത്ഥിവ് പട്ടേൽ പിന്നീട് ചോദിക്കുന്നുണ്ട്. അതിനുള്ള സഞ്ജുവിൻ്റെ മറുപടിയും നമ്മളൊന്ന് ഇതൊരു കിടിലൻ സന്ദേശമാണ്. നോക്കാം നമുക്ക് എന്താണ് സഞ്ജുവിനോട് ചോദിച്ചത്, എന്താണ് സഞ്ജുവിൻ്റെ മറുപടി. You were very honest in a presentation as well when you spoke about self-doubts. I think it's a great message for the youngsters. How did you tackle it? Obviously there have been a lot of ups and downs. How did you tackle those self-doubts? But to be very honest, I think you have played the game. I think you understand it more than anyone. I feel our kind of human nature is like we always start from negative. Like ho sakta hai kya? Nahi yaar, nahi ho payega. So I think when you normally have that thought, I want to just alter it with a very positive thought. So normally I think when I had a series like New Zealand where I wanted to perform, I wanted to be a part of my World Cup team, but I think things didn't work out well. But then luckily I got a 10-day gap actually. I didn't play any games and I was offside. I kept on thinking about, okay Sanju, I think what else, why did it not work, what else should I do? So I did some soul searching and then I have gone through few failures. I think that has helped me to, okay yaar ab to fail ho gaya, okay what is the base? I think I kept on working on my base, kept on thinking about let's come back to the base, and then very happy it happened in a very special game today. അതാണ് സഞ്ജു സാംസൺ പറഞ്ഞത്. വളരെ മനോഹരമായൊരു സന്ദേശമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് സഞ്ജുവിനോട് പാർത്ഥിവ് പട്ടേൽ ചോദിക്കുന്നുണ്ട്, ഈ സെൽഫ് ഡൗട്ട് വന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ വളരെ ഹോണസ്റ്റായിട്ട് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ പറയുന്നുണ്ടല്ലോ, അതിനെങ്ങനെയാണ് നിങ്ങൾ ടാക്കിൾ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സഞ്ജു പറയുന്നൊരു മറുപടിയുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾ പാർത്ഥിവ് ഭായ്, നിങ്ങൾ കളിച്ചിട്ടുള്ള ആളാണല്ലോ, അപ്പോൾ എനിക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്നുള്ളത് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങൾ. നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമുണ്ട്, നമ്മൾ നെഗറ്റീവിൽ നിന്നാണ് തുടങ്ങുക. പറ്റുമോ, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ചിന്തയിലാണ് നോർമലി നമ്മൾ തുടങ്ങുക. പക്ഷേ ഒരു പോസിറ്റീവ് തോട്ട് വരികയുണ്ടായി. ഇപ്പോൾ ന്യൂസിലാൻഡിനെതിരെയുള്ള സീരീസിൽ ഞാൻ മികച്ച പ്രകടനം നടത്തണം എന്ന് കരുതിയതാണ്. പക്ഷേ അതനുസരിച്ചല്ല കാര്യങ്ങൾ നടന്നത്. പിന്നീട് ലക്കിലി എനിക്കൊരു 10 ദിവസത്തെ ഓഫ് കിട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തെ കളിപ്പിച്ചില്ല എന്നുള്ളത് നമ്മൾ കണ്ടല്ലോ ആദ്യം ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിൽ. അതായിരിക്കണം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഞാനൊരു മത്സരവും ഈ 10 ദിവസത്തെ കളിച്ചില്ല. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു, സഞ്ജു ശരിയാവുന്നില്ലല്ലോ, ഇനി എന്താണെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഒരു സോൾ സെർച്ചിങ് നടത്തുകയുണ്ടായി. അപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ അപ്പം ബേസ് എന്താണ്, ആ ബേസിലേക്ക് തന്നെ മടങ്ങിയെത്തുക. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു, വർക്ക് ചെയ്തു. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഇത് സംഭവിച്ചു. മനോഹരമായ ഒരു പ്രകടനം നടന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സ്വയം സെൽഫ് ബിലീഫ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് തന്നെ ചിലപ്പോൾ സെൽഫ് ഡൗട്ടൊക്കെ വരും, കഴിയോ, ഇനി പറ്റൂലേ. അപ്പോൾ സ്വയം അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് സ്വയം തന്നെ ചിലപ്പോൾ നമ്മൾ സെൽഫ് ടോക്കൊക്കെ നടത്തും. അതാണ് അദ്ദേഹം പറഞ്ഞത്, സഞ്ജു ഇനി കഴിയില്ലേ, എന്താ പറ്റുന്നത് എന്നൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ സ്വയം അതിനെക്കുറിച്ച് ചിന്തിച്ച് എന്താണ് ഇതിന് പരിഹാരമെന്ന് ചിന്തിച്ച് ബേസ് എന്താണ് അതിലേക്ക് മടങ്ങി അത് തന്നെ ചെയ്ത് ഒടുവിൽ എത്ര മനോഹരമായൊരു റിവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 1 പരാജയം 2 പരാജയം അതുകൊണ്ടൊക്കെ തളർന്നിരിക്കുന്നവർക്കുള്ള മറുപടിയാണ് സഞ്ജുവിൻ്റെ ഈ ഇന്നിങ്സും ഈ പ്രതികരണവുമൊക്കെ. യെസ്, എത്ര പരാജയം വന്നാലും നിങ്ങൾ കാത്തിരുന്ന് അതിനെതിരെ പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാകും. സഞ്ജു സാംസൺ സാക്ഷി. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.